വോട്ടുകൊള്ള ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ച കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ ഗാന്ധി പുറത്തുവിട്ട രേഖ തെറ്റ്. രേഖ പോളിംഗ് ഓഫീസർ നൽകിയതല്ല. തെളിവ് ഹാജരാക്കിയാൽ അന്വേഷണം നടത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടുകൊള്ള തടയാനുള്ള പ്രചാരണത്തിന് ആഹ്വാനവുമായി രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് അട്ടിമറി പറഞ്ഞ് വോട്ട് ചോരി .in വെബ്സൈറ്റ് തുടങ്ങി. ആർക്കും സൈറ്റിൽ കയറി രേഖകൾ എടുക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജിറ്റൽ വോട്ടർ പട്ടിക നൽകണമെന്ന് രാഹുൽ ഗാന്ധി. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ അന്വേഷണത്തിന് കർണാടക സർക്കാർ. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ശ്രമം നടന്നുവെന്ന് ശരത് പവാർ. തൃശൂരിൽ നടന്നത് വലിയ ക്രമക്കേടെന്ന് CPIM. അന്വേഷണം വേണമെന്നും MA ബേബി. തൃശൂർ കുന്നംകുളത്ത് ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. മരിച്ചത് ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗിയും കാർ യാത്രികയും. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരം. തിരുവനന്തപുരത്ത് നിയന്ത്രണം വിട്ട കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി. നിർത്തിയിട്ട ഓട്ടോയിലും കാർ ഇടിച്ചു. 5 പേർക്ക് പരിക്ക്. സംസ്ഥാനത്ത് വീണ്ടും നിയമം ലംഘിച്ച വാഹനയാത്ര. അപകടയാത്ര. താമരശ്ശേരി ചുരത്തിൽ കാറിന്റെ ഡോറിലിരുന്ന് യുവാവിന്റെ അഭ്യാസം. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനത്തിൽ. കോഴിക്കോട് ബസ്സിനടിയിലേക്ക് ചാടി ജീവനൊടുക്കാൻ യുവാവിന്റെ ശ്രമം. CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പോര് മുറുകുന്നു. സാന്ദ്ര തോമസിനെതിരെ നിർമ്മാതാവ് വിജയ് ബാബു. അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് മത്സരിക്കാനാകില്ല. അന്തിമ തീരുമാനം കോടതി എടുക്കട്ടെ എന്നും വിജയ് ബാബു. വിജയ് ബാബുവിന്റെ പ്രതികരണം ഫേസ്ബുക്കിലൂടെ. ഞങ്ങൾക്ക് ഈ ചെറിയ ജാറിൽ 120 രൂപ കൊടുത്ത് ജാറിൽ വെള്ളം മേടിച്ചിട്ടാണ് ഞങ്ങളുടെ കുട്ടികൾക്കും ഒക്കെ. ഇപ്പൊ ഈ 2 ദിവസം ഇവർ പറഞ്ഞിട്ട് ഇപ്പൊ 10 ദിവസം ആയി. കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടി കൊച്ചിക്കാർ. വെള്ളമില്ലാത്തത് കലൂർ, വൈറ്റില, തമ്മനം തുടങ്ങിയ ഇടങ്ങളിൽ. അറ്റകുറ്റപ്പണി മൂലം 10 ദിവസമായി വീടുകളിൽ വെള്ളമില്ലെന്ന് പരാതി. 2 ദിവസത്തിനുള്ളിൽ പരിഹരിക്കുമെന്ന് ജല അതോറിറ്റി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പരാതി. തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയത് KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ്. കന്യാസ്ത്രീകൾക്കെതിരെ അതിക്രമം ഉണ്ടായതിനു ശേഷം സുരേഷ് ഗോപിയെ കാണാനില്ലെന്നും ആരോപണം. പരാതിക്ക് പിന്നാലെ സുരേഷ് ഗോപിയുടെ ഓഫീസിന് പ്രത്യേക പോലീസ് സുരക്ഷ. മദ്യം ഓൺലൈനായി വിൽക്കാൻ മൊബൈൽ ആപ്പ് തയ്യാറാക്കി ബെവ്കോ. ശുപാർശ സമർപ്പിച്ച് ബെവ്കോ MD. വിദേശ നിർമ്മിത ബിയർ വിൽപ്പന അനുവദിക്കണമെന്നതടക്കം ശുപാർശകൾ. താൽപര്യം അറിയിച്ച് നിരവധി ഓൺലൈൻ സ്ഥാപനങ്ങൾ. ഓൺലൈൻ മദ്യവിൽപ്പന സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി MB രാജേഷ്. നിർദ്ദേശങ്ങൾ പലതും വരാറുണ്ടെങ്കിലും എടുത്തുചാടി തീരുമാനിക്കില്ലെന്നും മന്ത്രി. അധിക തീരുവയിൽ അമേരിക്കയെ തിരിച്ചടിക്കണമെന്ന ആവശ്യം ശക്തം. ആവശ്യമുന്നയിച്ച് MP-മാർ പാർലമെന്റിൽ നോട്ടീസ് നൽകും. വിഷയം കേന്ദ്രമന്ത്രിസഭ ചർച്ച ചെയ്തേക്കും. ഇന്ത്യ പകരം തീരുവ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം BJP-യിലും ശക്തം.